അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? സുഖം തന്നെയല്ലേ? നമുക്കിവിടെ സുഖം തന്നെയാണ്, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. അപ്പോൾ മക്കളെ, നമ്മളിന്ന് രാവിലെ തന്നെ പരിപാടി തുടങ്ങിയിരിക്കണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ നീച്ച് നമ്മളെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചായ ഉണ്ടാക്കിയിരുന്നു. അതിക്ക് ഇപ്പം ഇന്ന് കടി ഉണ്ടാക്കുന്നത് നമ്മളെ ഓട്ടടയാണ്, മലബാറിൻ്റെ സ്വന്തം ഓട്ടട. അപ്പോൾ ഒന്ന് അയക്കണു, രണ്ടാമത്തെ ഇവിടെ അയക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത് പുതിയ ചട്ടിയാണ്, പുതിയ ചട്ടിയാണ് കേട്ടോ. ഇതിൽ നന്നാവണമൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ മുമ്പത്തെ വേറൊരു ചട്ടി ഉണ്ടായിരുന്നു, അത്രക്ക് നന്നാവണില്ല തോന്നുന്നുണ്ട്. ഇനി പുതിയ ചട്ടി ആയതുകൊണ്ടായിരിക്കും. അപ്പം നമ്മൾ ഓട്ടടയൊക്കെ ഉണ്ടാക്കട്ടെ. എല്ലാ മക്കളെ, കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല അടിപൊളി ഓട്ടട തന്നെ ആയി കിട്ടിയിരിക്കണം. നല്ല അടിപൊളി ഓട്ടട തന്നെ ആയി കിട്ടിയിരിക്കണതാ. ഇതിൽ നല്ല തേങ്ങയൊക്കെ ഇട്ടിക്കണു. ഓട്ടടൻ്റെ മാവ് ഉണ്ടാക്കാനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയില്ലേ, അത് പറയാത്തവരൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പോൾ അത് പ്രത്യേകിച്ച് കാണിക്കണമൊന്നുമില്ല. അപ്പം നമ്മൾ അടുത്ത ഓട്ടട പാരട്ടെ. തീ നല്ലോണം കൊണ്ട് പാള്. അപ്പം മക്കളെ, നമ്മളെ മോന് രാവിലെ തന്നെ നീച്ച് വന്നിക്കാണ്ട് ഇവിടെ ഓൻ്റെ പരിപാടിയൊക്കെ ഒപ്പിച്ച് വെച്ചിരിക്കണം കേട്ടോ. ഇതാ ഇവിടെ ഒരു അയലൊക്കെ കെട്ടിയിരിക്കണം. ഓൻ തന്നെ വേഗം നീച്ച് വന്നുകാണ്ട് കോഴിക്കൂടൊക്കെ ആകെ കേട് വന്നിക്കണു. അത് നിങ്ങൾ നോക്കണ്ട, അത് ഇൻഷാ അല്ലാ പുതിയത് വാങ്ങണം. അപ്പോൾ അതാ കോഴിക്കൂട്ടുമ്പോൾ ഒരു കയറൊക്കെ കെട്ടി, തേങ്ങ പൊളിച്ചണ അതിമൊക്കെ ഒരു കയറൊക്കെ കെട്ടിക്കാണ്ട് ഓനൊരു അയലൊക്കെ ഉണ്ടാക്കിന് രാവിലെ തന്നെ നീച്ച് വന്നുകാണ്ട്. അപ്പോൾ രാവിലെ നീച്ച് വന്നാൽ എൻ്റെ ഒക്കത്തുനിന്ന് ഓൻ പോവില്ല, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഓനിപ്പോൾ 4 വയസ്സാണ്. അപ്പോൾ ഓന് ഇങ്ങനെ ചായയും കടി ഉണ്ടാക്കാനൊന്നും അറിയില്ല എന്നല്ല, അയക്കൂല. അപ്പോൾ ഞാൻ എന്തേലൊക്കെ പറഞ്ഞുകൊണ്ട് ഓനെ മാറ്റും. അപ്പോൾ ഓനിങ്ങനെ ഓരോരോ കുത്തിക്കണിയൊക്കെ ഉണ്ടാക്കിക്കാണ്ട് അവിടെ ഇങ്ങനെ നിൽക്കും കേട്ടോ. അതാ ചെരുപ്പൊന്നും ഇടാതെ മണ്ണൊക്കെ ഇറങ്ങിയിരിക്കണ്. ഇത് നമ്മളെ പഴയ കുപ്പികളാണ്. ഇത് നമ്മളെ വറകുംപരയിൽ കുറേ വിറകൊക്കെ കുറവാണ്, കുറച്ച് കൊതുമ്പും ഓലക്കൊടിയൊക്കെ ഉണ്ട് എന്ന് തന്നെ ഉള്ളൂ. അപ്പോൾ മക്കളെ, നമ്മൾ മഴ പെയ്യുന്നതൊന്ന് വീഡിയോ എടുത്തതാണ്. ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ മഴ പെയ്യുന്നത് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പൊതിച്ചോറാണ് ഉച്ചക്കൊക്കെ ഉണ്ടാക്കുന്നത്. അതിനുള്ള നല്ല അടിപൊളി തക്കാളി കൂട്ടാൻ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ അടിയിൽ കൂടെ മുറ്റടിച്ചേരലൊക്കെ കഴിഞ്ഞിരിക്കണം. മുറ്റടിച്ചേരലൊക്കെ കഴിഞ്ഞാലാണ് നമ്മൾ കൂട്ടാണ്ടാക്കാനൊക്കെ വന്നത്. അപ്പോൾ മക്കളെ, മഴ പെയ്യുന്നതിൻ്റെ മുമ്പ് നമ്മൾ മുറ്റമൊക്കെ അടിച്ചേരിയ വീഡിയോ ആണിത്. അപ്പം അതിൻ്റെ ഇടയിൽ തിരുമ്പി തോരടലും അതും കഴിഞ്ഞിരിക്കണ്. ചെറിയൊരു വെയിലിൻ്റെ പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം തിരുമ്പാളൊക്കെ തിരുമ്പിയിട്ടതാണ്. പുതപ്പും ഒക്കെ ഉണ്ടായിരുന്നു തിരുമ്പാൻ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യോണ്ടി. എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബും ചെയ്യണം. അപ്പം നമ്മളെ പൊതിച്ചോറൊക്കെ അങ്ങനെ റെഡി ആയിക്കണം. നല്ല തക്കാളി കൂട്ടാനും മുട്ട പൊരിച്ചതും ചമ്മന്തിയൊക്കെ ഉണ്ട്. മീനൊക്കെ ഉണ്ടായിരുന്നു. മീനും മുട്ടയും കൂടി വേണ്ട വെച്ചിട്ട് വെച്ചിട്ടില്ല. മീനും മുട്ടയും കൂടി തിന്നാൻ പാടില്ല, അത് നമുക്ക് തന്നെയാണ് കേട്. അപ്പോൾ അതുകൊണ്ട് വെച്ചിട്ടില്ല.
ഏതേലും ഒന്ന് മതിയല്ലോ. അപ്പം അങ്ങനെ നമ്മളെ പൊതിച്ചോറ് തിന്നലൊക്കെ കഴിഞ്ഞ് പിന്നെ അത് അവിടെ നമ്മൾ തേങ്ങ ഉണക്കിയതുണ്ടായിരുന്നു. അത് മില്ലിലേക്ക് ആട്ടാൻ കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. ഞാനല്ല കൊണ്ടുപോകണത്. ഇത് നമ്മളെ വണ്ടി തന്നെയാണ്, നമ്മളെ ഓട്ടോറിക്ഷ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.